ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും അവയുടെ പ്രതികൂല നക്ഷത്രങ്ങളെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭരണി നക്ഷത്രക്കാരുടെ സ്വഭാവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്നാൽ ഇവർ ശുദ്ധഹൃദയരും ആർക്കും ദോഷം ചെയ്യരുതെന്ന് മനഃപൂർവ്വമായ ആഗ്രഹമുള്ളവരുമാകുന്നു. അഭിപ്രായ പ്രകടനത്തിൽ ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാറില്ല. സഹിക്കാനും അടക്കാനുമുള്ള ശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും. എത്ര ഉപകാരമുള്ളവരോടും ബന്ധപ്പെട്ടവരോട് പോലും നിസ്സാര കാരണങ്ങളാൽ ഇവർ ശോഭിക്കുന്നത് കാണാം. എന്നാൽ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുകയോ എതിരാളിയിൽ നിന്ന് ക്ഷമിക്കത്തക്കവിധം പ്രകടനങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ സകല വൈരാഗ്യവും നിശ്ശേഷം മറന്ന് പൂർണ്ണമായ ആത്മാർത്ഥതയോടെ ഇവർ സഹകരിക്കും. വിനയത്തോടും നയത്തോടും പെരുമാറാൻ ഇവർക്ക് വളരെ പ്രയാസമാണ്. അഭിമാനികളും എല്ലാ വിഷയങ്ങളിലും അറിവുള്ളവരുമായിരിക്കും ഇവർ. ഏത് കാര്യവും ഗ്രഹിക്കാനും ചുഴിഞ്ഞു നോക്കാനുമുള്ള കഴിവും സാമർഥ്യവും ഇവർക്കുണ്ട്. പൊതുകാര്യങ്ങളിൽ ഇവർക്ക് വളരെ ശോഭിക്കുവാൻ കഴിയുമെങ്കിലും വലിയ എതിരുകളും നഷ്ടങ്ങളും ആണ് മിക്കപ്പോഴും മിച്ചം കിട്ടുന്നത്. ആരെയും വകവയ്ക്കാത്ത പ്രകൃതക്കാരായിരിക്കും ഇവർ. ആജ്ഞാശക്തിയും അധികാരപ്രഭാവവും പ്രകടിപ്പിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഇവരത് വേണ്ടവിധം പ്രയോഗിക്കും. ഇവർക്ക് നിർബന്ധബുദ്ധി കൂടുമെങ്കിലും ശുദ്ധഹൃദയരാണ്. ഇവരുടെ ജീവിതം മൊത്തത്തിൽ ഗുണദോഷ സമ്മിശ്രമാകയാൽ നല്ലതെന്നോ ചീത്തയെന്നോ ഒരു പ്രത്യേക കാലം ഇവരെ സംബന്ധിച്ച് പറയുവാൻ നിർവാഹമില്ല. ഇവർക്ക് 33 വയസ്സിനുമേൽ സ്വതന്ത്രവും ശ്രേയസ്കരവുമായ ഒരു ജീവിതമായിരിക്കും വരിക. പൈതൃകമായ ഗുണങ്ങളും സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളും ഇവർക്ക് കുറവാണ്. ഭരണി നക്ഷത്രക്കാർ മധ്യമമായ ശരീരപ്രകൃതക്കാരായിരിക്കും. ഇവർ പൊക്കം കുറഞ്ഞവരായിരിക്കും. അല്പമായ തലമുടി, പ്രസന്നമായ മുഖഭാവം, വിശാലമായ നെറ്റി, ചൈതന്യമുള്ള കണ്ണുകൾ, ഭംഗിയുള്ള പല്ലുകൾ ഇവയധികവും ഇവരുടെ ലക്ഷണങ്ങളാണ്. സ്ഥായിയായ രോഗങ്ങളോ കാര്യമായ ശരീരപീഡകളോ ഒന്നും സാധാരണയായി ഇവരെ ബാധിക്കാറില്ല. ലഘുഭക്ഷണപ്രിയരായിരിക്കും ഇവർ. മറ്റു പലരുടെയും ദൃഷ്ടിയിൽപ്പെടാത്ത പോയിന്റുകളും തെറ്റുകളും ഇവർ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. ഒരു പ്രത്യേക സാമർഥ്യം ഇവരെ നല്ല നിരൂപകരും ഉപദേഷ്ടാക്കളും ആക്കി തീർക്കാറുണ്ട്. സ്വന്തം അനുഭവത്തിൽ ഇവരെ നിയന്ത്രിക്കുന്നത് വാശിയോ ആദർശനിഷ്ഠയോ അഭിമാനബോധമോ നിർബന്ധശീലമോ ആയിരിക്കും. ജീവിതാവസാനം വരെ പരിശ്രമിക്കുന്ന ഇവർ കർമ്മയോഗത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഉദ്യോഗത്തിലും വ്യവസായത്തിലുമെല്ലാം ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. കൃഷിയിലോ കൈത്തൊഴിലുകളിലോ എന്നുവേണ്ട എല്ലാത്തരം തൊഴിലുകളിലും ഇവർ കൃത്യബോധത്തോടെയും ഉത്തരവാദിത്തത്തോടെയും പ്രവർത്തിക്കുന്നു. സഹായികളും ഉപകാരികളുമെല്ലാം ഇവർക്ക് ഒടുവിൽ ശത്രുക്കളായി തീരുകയാണ് സാധാരണ കണ്ടുവരുന്നത്. ഉപകാരസ്മരണ ഇവർക്ക് കുറയുമെന്നുള്ളതാണ് ഇതിനു കാരണം. ആരുമായും ദീർഘകാലം സൗഹൃദം ഇവർക്ക് ഉണ്ടാകുന്നതല്ല. ദാമ്പത്യ ജീവിതത്തിൽ ഈ നാളുകാർ മിക്കവാറും സന്തുഷ്ടരാണ്. കുടുംബ ഭരണത്തിൽ സമർത്ഥരും സൽസ്വഭാവികളുമായ ഭാര്യയെ ആയിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. ഭാര്യമാരിൽ സഹനശക്തിയും ക്ഷമാശീലവും വേണ്ടത്ര ഉണ്ടായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങൾ അധികവും അനുയോജ്യമായിരിക്കും. ഇവരിൽ ചില പ്രത്യേകതകളെല്ലാം ഉണ്ട്. ഭരണശക്തിയും മേധാവിത്വവും അല്പം കൂടുതലായിരിക്കും. ഭർത്താവിനെ കൊണ്ടോ ഭർതൃകുടുംബത്തെ കൊണ്ടോയുള്ള ദുരിതങ്ങൾ കൂടെ കൂടെ ഉണ്ടാവുന്നതാണ്. നല്ല പരിശ്രമശീലവും കാര്യകാരണ വിവേചന ശക്തിയും ഏതിനും നല്ല കഴിവും ഭരണി നാളുകാരിയായ സ്ത്രീകളിൽ ഉണ്ടായിരിക്കും. ഭരണിക്ക് ദശാനാഥൻ ശുക്രനാണ്. ജനനം ശുക്രദശയിൽ. തുടർന്ന് ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി എന്നിങ്ങനെ ക്രമത്തിൽ ദശകാലങ്ങൾ നടക്കുന്നു. ഭരണി നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം, 4-ാം പാദം, അനിഴം, തൃക്കേട്ട തുടങ്ങിയവയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.